ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. രാവിലെ മുതലുള്ള കാര്യങ്ങൾ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുക്കളയിലേക്ക് എത്തിയപ്പോൾ 6 മണിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ എത്തുമ്പോൾ ഇന്നും 6 മണിയായിട്ടുണ്ടാവും കേട്ടോ. തലേ ദിവസം രാത്രിയിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായൻ്റെ വെള്ളം വെക്കുന്നതിൻ്റെ മുമ്പേ വിറകടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചായക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തിളച്ച വെള്ളത്തിലല്ല കേട്ടോ ഉണ്ടാക്കൽ. ചൂടുവെള്ളം അരിപ്പൊടിയിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ മാവൊക്കെ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതിലേക്കുള്ള ചിക്കൻ കറിയും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു അടുപ്പിൽ ഞാൻ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടിയപ്പം മുഴുവനും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറിയിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചൊഴിക്കട്ടെ. തേങ്ങ വറുത്തിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇടിയപ്പം കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ സമയം ആയപ്പോഴത്തേന് ചോറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒന്ന് വാർക്കാൻ വെച്ചതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കുകയാണ്. പപ്പായും ചേനയിട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ട് തന്നെ തൈരൊക്കെ ഒഴിച്ചിട്ട് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാൻ ഇതും വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും വിറക് നല്ലോണം കത്തുന്നുണ്ട്. അപ്പോൾ ഞാനത് അടുപ്പിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു കറിയിലേക്ക് വേറെ മസാലകളൊന്നും ഇടുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടുപ്പിൽ വെക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് തൈരും തേങ്ങയും കൂടെ ഒരുമിച്ച് അരച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ഷെബിക്ക് സ്കൂളിൽ പോകാനായിട്ടുണ്ട്. 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവനെ കുളിപ്പിക്കാനും അവന് ഫുഡ് കൊടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ 8:30 ആയപ്പോഴത്തേന് സെക്യൂർക്ക് അവനായിട്ട് സ്കൂളിൽ പോയിട്ടോ. അപ്പോൾ അവന് പോയതിൻ്റെ ശേഷമാണ് ഞാൻ എന്നും മുറ്റടിക്കാൻ ഇറങ്ങാറുള്ളത്. ഇനിയിപ്പോൾ ഞാൻ മുറ്റടിച്ച് കഴിയുമ്പോഴത്തേന് ഷാലുവിന് ചായയൊക്കെ കൊടുക്കാനാവും കേട്ടോ. അപ്പോഴേക്കും അവന് കുളിച്ച് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സെക്യൂരിറ്റി ഓഫീസിൽ പോകുമ്പോഴത്തേന് മീൻ പൊരിക്കാനും അതുപോലെ തന്നെ കറീൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് വേഗം മുറ്റം അടിച്ചു വാരിയിട്ട് വരട്ടെ എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ വീടിൻ്റെ അടുക്കളൻ്റെ സൈഡാണ് കേട്ടോ ഞാൻ അടിച്ചു വരുന്നത്. അവിടെ മുകൾ ഭാഗത്ത് സീറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇലകളൊന്നും ഇല്ല കേട്ടോ. മക്കളെന്തെങ്കിലുമൊക്കെ കളയുന്ന കടലാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലാണ് കുറച്ചൊക്കെ ഒരു ഇലകൾ ചാടുന്നത്. അത് അവിടെ ഒരു സപ്പോട്ടമരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഒരുപാട് കച്ചറയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ദിവസേന അങ്ങനെ അടിച്ചു വരാമെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ നല്ല വൃത്തിയിൽ കിടക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിലും അടിച്ചു വരും കേട്ടോ എന്നും. മുറ്റടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഷാലു സ്കൂളിൽ പോകാനായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് ചായയൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 9:15 9:30 ആവുന്ന ഒരു സമയത്താണ് അവന് സ്കൂളിൽ പോകാറുള്ളത്. അവൻ്റെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവൻ പോയി. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട്. സെക്യൂരിറ്റിക്ക് പോകുമ്പോഴത്തേന് മീനൊക്കെ പൊരിക്കണം കേട്ടോ. അപ്പോൾ മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കറിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവരും കൂടി പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. സെക്യൂർക്ക് ചോറ് കൊണ്ടുപോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ പെട്ടെന്നാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് മടിയാണ്. അപ്പോൾ പിന്നെ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് സമയം റീൽസൊക്കെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കൂട്ടോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും. അല്ലാതെ എന്നും ഒരേപോലെ പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കുക എന്നുള്ള അങ്ങനൊരു ഇതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ സെക്യൂരിക്കാർക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കുകയാണ്. കറി ഞാൻ വേറൊരു ബോട്ടിലാണ് കേട്ടോ ആക്കാറുള്ളത്. ഇതിലിങ്ങനെ മീൻ പൊരിച്ചതും ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഇടലുള്ളൂ. പിന്നെ കറി ഞാൻ വേറൊരു ബോട്ടിലാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാ 10 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയും ഓഫീസിൽ പോയിട്ടോ. ഇനിയിപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ ആകെ അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. വീടിൻ്റെ മുകൾ ഭാഗം ഞാൻ ദിവസമൊന്നും തുടക്കില്ല കേട്ടോ. 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമേ തുടക്കുകയുള്ളൂ. കൂടുതൽ ഉപയോഗം വീടിൻ്റെ അടിഭാഗത്താണല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്തെ കുറച്ചെങ്കിലും അഴുക്കുണ്ടാവുള്ളൂ. കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും ദിവസം തുടച്ചാൽ മനസ്സിന് അത്രയൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇതാ അടുക്കളയിലെത്തിയപ്പോൾ ഞാൻ
കഴുകാനിട്ടിരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മെഷീനുള്ളത് അടുക്കളയിൽ തന്നെയാണ്. അത് നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ. നമുക്ക് പുറത്തൊന്നും ഇറങ്ങണ്ട, പെട്ടെന്ന് അടുക്കള ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അലക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ആയാലും ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, പുറത്തിറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുക്കള ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണമല്ലോ അടുക്കള ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അടുക്കളേൻ്റെ അറ്റത്താണ് കേട്ടോ മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി എടുക്കുന്ന സമയത്ത് തന്നെ അലക്കണ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പാത്രം കഴുകലൊക്കെ നടക്കാറുള്ളത് ഈ ഒരു സിങ്കിലാണ് കേട്ടോ. ഇപ്പോൾ ആ ഒരു ടാപ്പ് കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ സ്റ്റോപ്പറൊക്കെ വെച്ച് തന്നിട്ട് സെക്യൂർക്ക് പോയതാണ്, ടാപ്പൊക്കെ അവിടെ നിന്ന് ഉരി മാറ്റിയിട്ട്. അപ്പോൾ ഞാൻ അടുക്കളൻ്റെ ഈ ഭാഗത്തുള്ള ഈ സൈഡിലുള്ളൊരു സിങ്കിൽ വെച്ചിട്ടാണ് ഇപ്പം ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഈ ഒരു കൗണ്ടർ ടോപ്പ് ഞാൻ അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. പിന്നെ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഇതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു അടുക്കളയിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എടുത്തതാണ് വീഡിയോ. അപ്പോൾ ഇനി കുറച്ച് സമയം മൊബൈലിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കും കേട്ടോ. വീഡിയോസൊക്കെ എടുത്തതുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് മക്കളൊക്കെ വരും. പിന്നെ അവർക്കുള്ള അപ്പോൾ 4 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചില ദിവസം ജ്യൂസ് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചായ കൊടുക്കും. പിന്നെ ഷെബിക്ക് എപ്പോഴും ഇഷ്ടം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്, വൈകുന്നേരത്തെ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതാ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു ചെടികളെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. ഇതിപ്പോൾ അടുക്കളൻ്റെ ആ ഒരു ഭാഗത്തുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ. അപ്പോൾ പിന്നെ മുൻഭാഗത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ പോയിട്ടില്ല, നല്ലോണം ഇരുട്ടായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ക്ലിയർ കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. ഇപ്പോൾ രാത്രിയിലുള്ള ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ടൊക്കെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.